അതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളെ കുക്കിങ് എന്തായിരുന്നാലും ഇതുപോലുള്ള യാത്രയിൽ ഇതും ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആദ്യം മുതൽ ഇങ്ങനെ കണക്കാക്കിയാണ് വന്നത്, പക്ഷേ നമ്മളല്ലാണ്ട് ഫുഡ് വെച്ചുകൊണ്ട് നമുക്ക് ഇതുവരെ പുറത്തുനിന്ന് ഇങ്ങനെ വെക്കേണ്ടി വന്നില്ല. എന്തായിരുന്നാലും ഇന്ന് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്നാൽ അതിൻ്റെ മുഴുവനായിട്ടുള്ള ദൃശ്യം കാണാൻ പറ്റും. ഇടുക്കി ഡാമിൻ്റെ നമുക്ക് സേഫായിട്ട് കാണാം. ആര് വന്നാലും ശരിയാണ്, നമ്മൾ കൂടുതൽ എന്താണ് ഡേഞ്ചറായിട്ടുള്ള പ്രവർത്തനം ഒന്നും കാണിക്കാൻ പോകരുത്. പാറ വഴുക്കലാണ്. ഓൾ കേരള ട്രിപ്പിൻ്റെ 9ാം ദിവസമാണ്. നമ്മൾ എല്ലാവരും ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഇപ്പോൾ ഏത് ജില്ലയിലാണ് നിൽക്കുന്നതെന്ന് ഗസ് ചെയ്യാമല്ലോ എല്ലാവർക്കും അല്ലേ. അപ്പോൾ ഇടുക്കി ജില്ലയിലാണ്. നല്ല മഴയാണ്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് നല്ല തണുപ്പാണ്. അതുകൊണ്ട് ജാക്കറ്റ് ഇടുമ്പോൾ തന്നെ മനസ്സിലാക്കണം. അവിടെ രാവിലെ തൊട്ട് നല്ല മഴയാണ്, അതുകൊണ്ട് നല്ല തണുപ്പാണ്. ഇന്ന് ഫുൾ തണുത്ത കാലാവസ്ഥയായിരിക്കും അല്ലേ. ആയിരിക്കാം. അപ്പോൾ ഇന്നലെ നമ്മളൊരു രാത്രിയാണ് എത്തിയത്. ഒരു 10-70 കിലോമീറ്റർ നമ്മൾ ഒറ്റ രാത്രി വാഗമണിൽ ഇന്ന് പോന്നു. നമ്മൾ വന്ന് സ്റ്റേ ചെയ്യുന്നത് ഇടുക്കി PWD റെസ്റ്റ് ഹൗസിലാണ്. നമ്മൾ അതിലാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ കാണാം. നമ്മൾ വന്ന വഴിക്ക് രാത്രി ഇടുക്കി ഡാം, ആർച്ച് ഡാം വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റി. ഇന്ന് പകൽ നമ്മൾ അങ്ങോട്ട് പോകും. ചെറുതോണി ഡാമിൻ്റെ അല്ലെങ്കിൽ ചെറുതോണി ജംഗ്ഷൻ്റെ അടുത്തായിട്ടാണ് ഈ നമ്മളിപ്പോൾ PWD റൂമുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ്, ഇന്നലത്തെ ദിവസം ഒട്ടും മഴയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇന്ന് രാവിലെ നല്ല മഴയുണ്ട്. പിന്നെ ഇവിടെ റേഞ്ചിൻ്റെ പ്രോബ്ലം ഉണ്ട്. നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനും എല്ലാത്തിനും കഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ റെഡിയായി, പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 8-8:30 ആയല്ലേ. നമ്മൾ രാവിലെ പോണ കാര്യം, നമുക്ക് ഇന്ന് ഫുഡ് മിക്കവാറും പുറത്ത് നിന്നായിരിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് പാചകം ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങണമെന്ന് കണക്ക് കൂട്ടിയതാണ്. പക്ഷേ രാവിലെ റേഞ്ചിൻ്റെ പ്രശ്നം കൊണ്ട് അപ്ലോഡിങ് കുറച്ച് താമസിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. ഇനി നമ്മൾ പോയിട്ട് ഇനി മൂന്നാർ കയറണം. മൂന്നാർ പോയിട്ട് ബാക്കി പരിപാടികൾ അവിടെ വെച്ചായിരിക്കും നമ്മൾ തീരുമാനിക്കുക. നമ്മൾ ഇന്ന് രാവിലത്തെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് ഇടുക്കി PWD റെസ്റ്റ് ഹൗസാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത്. ഇതാണ് റെസ്റ്റ് ഹൗസ്. നമുക്കിവിടെ എന്നാൽ ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ ഒരു ലോങ് ആയിട്ടുള്ളൊരു വൈഡായിട്ടുള്ളൊരു വ്യൂ ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി അടുത്ത് യാത്ര തുടങ്ങുകയാണ്. ഇവിടെ അടുത്ത് തന്നെ സ്ഥലങ്ങളുണ്ട്. പിന്നെ എന്തായാലും കാൽവരി മൗണ്ട് അടിപൊളിയാണ്. പിന്നെ ഇവിടെ അടുത്ത് ഡാം കാണാൻ പറ്റുന്ന ഒരു സൈറ്റ് ഉണ്ടെന്ന് പറയുന്നു. അങ്ങോട്ട് നമുക്ക് ഫസ്റ്റ് പോയതിനു ശേഷം ബാക്കിയുള്ള യാത്ര തുടരാം. നമുക്കിവിടെ നിന്ന് തിരിക്കാം. ഇപ്പോൾ 8:45 പോവാം. ചേട്ടാ, ഡാമിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഹിൽ വ്യൂ പോയിന്റ്, എന്താണ് ഹിൽ വ്യൂ പാർക്ക് തൊട്ടടുത്ത് തന്നെ, ഗസ്റ്റ് ഹൗസിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ 25 രൂപ ഹിൽ വ്യൂ പാർക്ക് ഗസ്റ്റ് ഹൗസിനകത്ത്. അപ്പോൾ പാർക്കുണ്ട് ഇവിടെ. ഇവിടെ 9 മണി കഴിയുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ്. ബാക്കി ഓരോന്നിനും ക്യാമറയ്ക്കൊക്കെ എക്സ്ട്രാ ചാർജ് ഉണ്ട്. അത് ഞാൻ പിന്നീട് കാണിക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഡാമിൻ്റെ നല്ലൊരു വ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. വാച്ച് ടവർ പിന്നെ അഡ്വഞ്ചർ പാർക്കുണ്ട്. അപ്പം ഓരോ റൈഡിനും വ്യത്യസ്തമായിട്ടുള്ള റൈഡുകളൊക്കെ ഉണ്ട്, പക്ഷെ ഓരോ റൈഡിനും വ്യത്യസ്തമായിട്ടുള്ള ചാർജാണ്. നമ്മൾ ആ പാർക്കിൽ കൂടെ നടന്ന് ഡാമിൻ്റെ വ്യൂ ഉള്ള സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കയറി നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കെട്ടിടമൊക്കെ വെച്ചിട്ടുണ്ട്. മഴ പെയ്താൽ കയറി നിൽക്കാം, വെയിലാണെങ്കിലും കയറി നിൽക്കാം. എന്താ പറഞ്ഞാലും തന്നെ നല്ല അടിപൊളി ഒരു കാഴ്ചയാണ്. നിങ്ങൾക്ക് പ്രഭാത കാഴ്ച അല്ലേ. ഇത് നമ്മുടെ ഡാമിൻ്റെ ഇടുക്കി ഡാമിൻ്റെ ബാക്ക് സൈഡ് അല്ലേ. ഇടുക്കി ഡാം എന്ന് പറഞ്ഞാൽ അതാണ് ആർച്ച് ഡാം. ഇനി ചെറുതോണി ഡാമുണ്ട്, അത് ഈ സൈഡായിരിക്കും
എനിക്ക് തോന്നുന്നു. അങ്ങോട്ട് നടന്നു പോകുമ്പോൾ അത് കാണാൻ പറ്റും. ഇപ്പുറത്തെന്തോ കെട്ടിടം അതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന അറിയാം, 2 മലകൾ തമ്മിൽ ചേർത്ത് നിർമ്മിച്ച ആർച്ച് ഡാമാണ് ആ കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡാണ് നമ്മൾ റോഡിൽ പോകുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും വളരെ വിശാലമായിട്ടുള്ളൊരു വ്യൂ, റിസർവയർ ഏരിയ, പിന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോപ്പാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു മലയുടെ സൈഡ് ഇവിടെ ഇങ്ങനെ ഇത്രയും പരന്ന് കിടക്കുന്ന ഒരു വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്നത്. റിസർവയറാണ്. പക്ഷെ നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഇടുക്കി ഡാം കാണണമെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ കയറി കാണാൻ സമ്മതിക്കും. ഓപ്പൺ എന്ന് ഇട്ടിട്ടുണ്ട് 10 തൊട്ട് 5 മണി വരെ. പക്ഷെ നമ്മൾ വിളിച്ചു നോക്കിയപ്പോൾ ഇപ്പൊ ഓപ്പൺ അല്ല. എനിക്കൊന്നും മഴ ആയതുകൊണ്ടും വിടുന്നില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് നമ്മൾ ഇട്ട് തന്നെ. ഈ സമയത്ത് അത് പണി നടക്കണതുകൊണ്ട് അത് കാണാൻ പറ്റില്ല. കണ്ടല്ലോ. അപ്പോൾ ഇത്രയും വലിയൊരു വ്യൂ ഇവിടെ വന്നാൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ പാർക്കുണ്ട്. പാർക്കിൻ്റെ കാഴ്ചകളോടെ കാണിച്ചു തരാം. നമ്മൾ പാർക്കിൽ വലുതായിട്ട് നിൽക്കുന്നില്ല, കാരണം നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ പോകാനുള്ളതുകൊണ്ട് രാവിലെ ഇതൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. വേറെ ആരും ഇപ്പോൾ അതിനകത്ത് കയറിയിട്ടില്ല. നമ്മളാണ് ഫസ്റ്റ് എൻട്രി എന്നാണ് തോന്നുന്നത്. ഇതും കല്ലുകളാൽ കവർ ചെയ്ത ഒരു സ്ഥലമാണ്. ഇവിടെയും കല്ലാണ്, അവിടെയും കല്ലാണ്. ഇത് ചുറ്റും പാറക്കല്ലുകളാണ്. അതിന് നടുക്കാണ് ഇങ്ങനെയുള്ളൊരു സംഭവം ചെയ്തിട്ടുള്ള കുറേ റൈഡുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള റേറ്റ് കൊടുത്താണ് കയറാനുള്ളത്. ഈ പാർക്കിനകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടത്. അതിനകത്ത് ബോട്ടിംഗ് ഉണ്ട്, പിന്നെ റോപ്പിൻ്റെയോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. വേറെ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് കുറേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോന്നിനും ഓരോ ഫീസ് കൊടുത്ത് നമുക്ക് കയറി അത് ചെയ്യാവുന്നതാണ്. ഇവിടെ ബോട്ടിങ്ങോ കുട്ടവഞ്ചി ഉണ്ട്. പിന്നെ ഇവിടെ റോപ്പിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഇവിടെ. സൈക്ലിങ് റോപ്പിൽ പോകുന്നത് എന്തോ ആണ് സംഭവം. ആ പാർക്കിൻ്റെ നമ്മൾ നേരത്തെ പോയ എതിർ സൈഡിൽ കൂടെ നടന്നു വരുമ്പോൾ ഒരു വാച്ച് ടവറുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നേരത്തെ കണ്ടേക്കാളും ടോപ്പായിട്ടുള്ള വ്യൂ കാണാൻ പറ്റും. ഇതാണ് വാച്ച് ടവറിലേക്കുള്ള വഴി. നമുക്ക് ഇവിടെ നിന്ന് കാണാം. നമ്മൾ തൊട്ട് താഴെയാണ് നേരത്തെ നിന്നത്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടവഞ്ചിയും റൈഡുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒരു നല്ല പാർക്കാണ്. നമ്മളെ കൊടുക്കുന്ന ക്യാഷിന് നഷ്ടമൊന്നുമില്ല. ഒരുപാട് ആക്ടിവിറ്റീസും അല്ലെങ്കിൽ തന്നെ കുറേ നേരം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള പാർക്ക്. നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. റൈഡുകളും കാര്യങ്ങളും പിന്നെ ചെടികൾ കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാനും ഒരു നഷ്ടം വരില്ല. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 2 ഡാം കാണാൻ പറ്റും. ചെറുതോണി ഡാമും ഇടുക്കി ഡാമും. ഈ ഒരു മരം നിൽക്കുന്നത് മാത്രം, അല്ലെങ്കിൽ കറക്റ്റ് രണ്ടും ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. കാണാൻ പറ്റുന്നതായിരിക്കും. ചെറുതോണി ഡാം, ഇടുക്കി അണക്കെട്ട്. നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ കുറച്ചും കൂടെ ഹൈറ്റിൽ നിന്നുള്ള വിഷ്വലാണ് ഈ കാണുന്നത്. നമ്മുടെ പാർക്ക് താഴെയാണ്, കുട്ടവഞ്ചി ഇവിടെയാണ്. ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡുകൾ കാണാൻ പറ്റും. ഇന്ന് വരെ നമ്മൾ ഫുഡിൻ്റെ കാര്യമൊക്കെ സെറ്റാക്കിയാണ് പോയത്. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് എന്തായിരുന്നാലും രാവിലെ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കും ഒന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അതുമല്ലാതെ ഇവിടെ റേഞ്ചിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇന്ന് പോകേണ്ട എപ്പിസോഡും അപ്ലോഡ് ചെയ്തിട്ടില്ല. രാവിലെ എണീറ്റാണ് ഞാൻ എഡിറ്റ് ചെയ്തത്. ഇന്നലെ കുറച്ച് ലോങ് ഡ്രൈവിംഗ് ആയിരുന്നുകൊണ്ട്, രാവിലെ വലിയ ലോങ് ഒന്നുമല്ല, നമ്മളെ സംബന്ധിച്ച് ലോങ് ആയതുകൊണ്ട് ഇന്ന് രാവിലെയാണ് എഡിറ്റ് ചെയ്തത്. പക്ഷേ അത് ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, കാരണം നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ട് ഇതുവരെ അപ്ലോഡ് ആയിട്ടില്ല. പിന്നെ സാധനങ്ങൾ നമുക്ക് ചാർജ് വേണ്ട വിധം നമുക്ക് ശ്രദ്ധിച്ച് ചാർജ് ചെയ്യാനും പറ്റിയിട്ടില്ല, കാരണം എല്ലാം കൂടെ എന്തോ ഇന്നലത്തെ രാത്രി അങ്ങനെ. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് മക്കളെ, എന്താണ് ഇടേ ഇതാര് തൊപ്പിയൊക്കെ വെച്ച്? തൊപ്പി മുന്നെയാ? തൊപ്പി പോയി. മുന്നേ മഴയുണ്ടാക്കളെ? മഴയില്ല. ഡാം എവിടെ? ഡാം ഇവിടെ. ഡാം അവിടെയാണ്. ഡാം എവിടെ? ഡാം ഇതുകൊണ്ടേ അവിടെ. അവിടെയാണ് ഡാം. അപ്പോൾ നമ്മൾ ഇടുക്കി ഡാം, ചെറുതോണി, ഇടുക്കി അണക്കെട്ട്, ചെറുതോണി ഡാം
അതിൻ്റെ ഒരു മനോഹര ദൃശ്യം ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ പാർക്കിനകത്തുണ്ട്. അടിപൊളി പാർക്കാണ്. ഓക്കെ, ഇനി അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോവാം. അല്ലേ, പോവാമോ? എന്താണ്? അവിടെയാണ് വാച്ച് ടവർ. അവിടെ നിന്ന് നേരെ ഒരു വഴിയുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു വ്യൂ പോയിൻ്റാണ്. നമ്മൾ നേരത്തെ കണ്ട കുട്ടവഞ്ചി അതുപോലുള്ള സംഭവങ്ങൾ ഇവിടെയാണ് റൈഡുകൾ അഡ്വഞ്ചർ പാർക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീസ് ഓരോന്നിനും ഉണ്ട്. അവിടെ റിസർവോയർ ഏരിയയാണ്. പിന്നെ ഒരു വ്യൂ ഉണ്ട്, ചെറുതോണി ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം, ആ സൈഡിൽ അങ്ങോട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇവിടെ നിന്ന് ഇനി വേറെ അങ്ങ് പോകാമല്ലേ, തിരിച്ച് തന്നെ അങ്ങ് ഇറങ്ങണം. നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചിറങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇപ്പോൾ നമ്മുടെ നേരെ കാണുന്നതാണ് ചെറുതോണി ടൗൺ എന്ന് പറയുന്നത്. ഇതൊരു പ്രത്യേകതയുണ്ട്. മുന്നേ പ്രളയം വന്ന സമയത്ത് നമ്മൾ വാർത്താ ചാനലിലൊക്കെ മെയിനായിട്ട് കണ്ടുകൊണ്ടിരുന്നത്, അതായത് ചെറുതോണി ഡാം ഓപ്പൺ ആക്കിയപ്പോൾ പോയ ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ മെയിനായിട്ട് എടുത്ത് കാണിച്ചിരുന്നത് ചെറുതോണി ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാലത്തിൻ്റെ കാര്യം മെയിനായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ പോകുന്നത് ചെറുതോണിയിലെ പുതിയ പാലമാണ്. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും ചെറുതോണിയിലെ പഴയ പാലം. അതായത് പണ്ട് പ്രളയകാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ആ പാലം. ഇതായിരുന്നു പണ്ടത്തെ ചെറുതോണി പാലം. ഇപ്പോൾ അവിടെ അതേ സ്ഥാനത്ത് തന്നെ അല്പം മാറി നല്ല ഹൈറ്റിൽ ആണ് പുതിയ പാലം. നമ്മളിപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചെറുതോണി ടൗണിനടുത്തായിട്ടുള്ള ചെറുതോണി പുതിയ പാലത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രളയകാലത്തിൽ ഏറ്റവും കൂടുതൽ ഭീകരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിച്ച പ്രദേശങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ വലത് സൈഡുള്ള, അതായത് ചെറുതോണി ഡാമിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലം. അന്ന് നമുക്കിവിടെ വന്ന് കാണാൻ പറ്റി. അപ്പോൾ മനസ്സിലായി നമ്മൾ എന്തുമാത്രം ഭീകരതയാണ് ഇവിടെ ഉള്ളതെന്ന് കേട്ടോ. കുറച്ച് പടങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സംഭവിച്ചതൊന്നും നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലേ. കേരളക്കരയാകെ ഞെട്ടിച്ച സംഭവങ്ങളാണ് അന്ന് നടന്നത്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് അല്പം അകത്തേക്ക്, അതായത് ഇടുക്കി അണക്കെട്ട് കാണാൻ സൗകര്യമൊരുക്കുന്ന ഒരു ചെറിയൊരു റോഡ് തിരിയുന്നുണ്ട്. എന്തായിരുന്നാലും നമുക്ക് അതുവഴി അകത്തേക്ക് പോയി നോക്കാം. ഇടുക്കി അണക്കെട്ടാണ് നമ്മൾ നേരെ ഫ്രണ്ടിൽ കാണുന്നത്. നമുക്ക് ഈ റോഡ് അല്പം ഒന്ന് അകത്തേക്ക് പോകാം. കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇടുക്കി ഡാം കുറച്ചുകൂടെ അടുത്ത് നിന്ന് കാണാം. എന്തായാലും കുറച്ച് ദൂരം നമ്മൾ അകത്തേക്ക് വന്നു. ചെറിയ റോഡാണ്, അത് കാരണം നമ്മൾ കാറ് കുറച്ച് ബാക്കിലേക്ക് നിർത്തി. കാരണം അകത്തേക്ക് പോയി വളയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന ടെൻഷനിൽ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് നടക്കുമ്പോൾ ഒരാളെ കണ്ടു. നമ്മൾ ചോദിച്ചു അകത്തേക്ക് പോയാൽ കാണാൻ പറ്റുമോ? അതെ, കാണാൻ പറ്റും. നമ്മൾ എന്തായിരുന്നാലും അകത്തേക്ക് പോയി നമുക്ക് ഇടുക്കി അണക്കെട്ടിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം കേട്ടോ. നമ്മൾ അവിടെ ഇടുക്കി ടൗണിൽ നിന്ന് ഒരു റോഡ് ഇങ്ങോട്ട് ഡാമിൻ്റെ അങ്ങോട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ അതുവഴി ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡാമിനെ അടുത്ത് കാണാം, കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റും. അങ്ങനെ ഇങ്ങനെ അകത്തോട്ട് കയറിയതാണ്. ചോദിച്ചു, വണ്ടി അപ്പുറത്തിട്ടു, നടന്നു പോയി അതിൻ്റെ അടുത്തൊരു ഗേറ്റുണ്ട്, അതുവരെ പോയി നമുക്ക് കാണാമെന്ന് പറഞ്ഞു. ഇവിടെ ഉള്ളവരടുത്ത് ചോദിച്ചിട്ടാണ് പോണേ. വണ്ടി അങ്ങ് പോവും, പക്ഷെ നമ്മളവിടെ ഒതുക്കിക്കൊണ്ട് കുറച്ച് ദൂരമേ ഉള്ളൂ, നടന്നങ്ങ് പോവാം. വണ്ടി പോവും, നടന്നു പോയി നമുക്ക് ഡാമല്ല അണക്കെട്ടിന് കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റും. ഇടുക്കി അണക്കെട്ടെ, അതെ, ഈ സൈഡിലാണ് അണക്കെട്ട്. കാരണം ഇടുക്കി അണക്കെട്ടിൻ്റെ കുറച്ചും കൂടെ അടുത്ത് നമുക്ക് ഇത്രയും അടുത്ത് കാണാൻ പറ്റിയതിൻ്റെ ഭാഗ്യം. ഇത് ചില സമയത്ത് ആൾക്കാരെ കടത്തി വിടും. ഇപ്പോൾ പണി എന്തോ നടക്കണം, അതുകൊണ്ട് ആൾക്കാരെ കടത്തി വിടുന്നില്ല. ഈ സൈഡ് ഒരു മലയാണ്, അപ്പുറത്ത് ഒരു മലയാണ്. ഇത് രണ്ടും കൂടെ ജോയിൻ്റ് ചെയ്താണ് ഇങ്ങനെ ഈ ഒരു അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇങ്ങനെ ദൂരെ നിന്ന് കാണുന്നതാണ്, നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മളിതിൻ്റെ ബാക്ക് സൈഡാണ് നേരത്തെ കണ്ടത്. ഇവിടെ നിന്നാൽ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള ദൃശ്യം കാണാൻ പറ്റും. ഇടുക്കി ഡാമിൻ്റെ അതെ, രണ്ട് മലകൾ ചേർത്ത് അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ വീടൊക്കെ ഉണ്ട്, ഇവിടെ വീടുണ്ട്. അവിടെ ഡാമിൻ്റെ തന്നെ എന്ത് ബിൽഡിംഗ് ആണ്.
അടിപൊളി അല്ലേ? ഇടുക്കി ഡാം കുറച്ചും കൂടെ അടുത്ത്, നമ്മൾ ഇന്നലെ രാത്രി കണ്ടു, ഇന്ന് കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റി. ഇനി നമ്മൾ അടുത്ത് പോകാൻ പോണത് കാൽവരി മൗണ്ടാണ്. കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകാൻ പോണത്. ഇവിടുന്ന് ഏകദേശം 10-നകത്തുള്ള ദൂരമുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനും കൂടെ ഇറങ്ങണം. വരും വഴിക്ക് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പലയിടത്തും. നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് വരുമ്പോൾ ഇടുക്കി ഡാമിൻ്റെ തന്നെ റോഡ് സൈഡിൽ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. അവിടെ നമ്മൾ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇടുക്കി ഡാമും കണ്ട് ഒരു ചായ കുടി. ഇടുക്കി ഡാമാണ് നമ്മൾ പുറകെ കാണാം. നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. നമ്മുടെ എപ്പിസോഡിൻ്റെ പുതിയൊരു ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്ക് രാവിലെ വരെ പറഞ്ഞു നമുക്ക് ഇന്ന് ഫുഡ് വയ്ക്കാനുള്ള സംഭവം റെഡി ആയില്ല. അതുകൊണ്ട് നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. രാവിലെ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ ആ എപ്പിസോഡും അപ്ലോഡ് ആയിട്ടില്ല. നമ്മൾ അവിടെ റേഞ്ചിലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയൊരു സെറ്റപ്പിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്റിംഗ് കഴിഞ്ഞു, അതിനുശേഷം അപ്ലോഡിങ് വെച്ചിട്ടുണ്ട്. ചാർജ് തീർന്നില്ലെങ്കിൽ ഇന്നത്തെ ആ എപ്പിസോഡ് പോവും, അല്ലെങ്കിൽ പണിയാവും. പിന്നെ നമ്മൾ വേറെ ലെവലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കുക്ക് ചെയ്യുന്നത് കാണിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ കുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ റോഡ് സൈഡിൽ നമ്മൾ ആഹാരം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഞ്ഞിയും രാവിലത്തെ കാപ്പിയും ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ചോറും കൂടെ നമ്മൾ വച്ചിട്ടാണ് പോകുന്നത്. അതിനുശേഷം രാത്രിയുള്ളത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ റെഡിയാക്കി പോകും. അപ്പോൾ സമയം ഒരുപാട് പോകുന്നുണ്ട്. എന്തായിരുന്നാലും ഫുഡിൻ്റെ കാര്യം ഇവിടെ നോക്കിയതിന് ശേഷം നമ്മളിവിടെ നിന്ന് പോകും. അതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളെ കുക്കിങ് എന്തായിരുന്നാലും ഇതുപോലുള്ള യാത്രയിൽ ഇതും ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആദ്യം മുതൽ ഇങ്ങനെ കണക്കാക്കിയാണ് വന്നത്. പക്ഷേ നമ്മളല്ലാണ്ട് ഫുഡ് വെച്ചുകൊണ്ട് നമുക്ക് ഇതുവരെയും പുറത്തുനിന്ന് ഇങ്ങനെ വെക്കേണ്ടി വന്നില്ല. എന്തായിരുന്നാലും ഇന്ന് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. പുറത്ത് നമ്മൾ ഫുഡൊക്കെ വെച്ചു. ഉപ്പുമാവ്, ചായ, പിന്നെ ചോറ്, കറികൾ ഒക്കെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കഴിക്കുക, ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവുക. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പോൾ പോകാൻ പോകുന്നത് കാൽവരി മൗണ്ടിലേക്കാണ്. മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു തിരിവ്. അപ്പോൾ നമുക്ക് ബോർഡ് കാണാൻ പറ്റും, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മുടെ കാൽവരി മൗണ്ടിലേക്ക് പോകാനുള്ള വഴി. അപ്പോൾ ഇതുവഴി നേരെ പോകുന്നത് നമ്മുടെ കാൽവരി മൗണ്ടിലേക്കാണ്. വേറെ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ പോകുന്ന വഴിക്ക്. നമ്മളിപ്പോൾ മെയിനായിട്ട് പോകുന്നത് കാൽവരി മൗണ്ട് എന്ന് പറയുന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ്. അതിമനോഹരമാണ്. നമ്മൾ യാത്ര തിരിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാൽവരി മൗണ്ട് എന്തായാലും നിങ്ങൾ പോകണമെന്ന്. അപ്പോൾ അടുത്തെത്തിയപ്പോൾ നമുക്കൊരാഗ്രഹം, എന്താണ് കാൽവരി മൗണ്ടിൽ കാണാനുള്ളത്, ഒന്ന് കയറി കാണണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്ത് തന്നെയാണ്. അതായത് നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം 13-14 കിലോമീറ്ററിനകത്ത് മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ വെച്ചതിന് അടുത്താണ്. എന്തായിരുന്നാലും നമുക്ക് മുകളിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. നമ്മൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഫസ്റ്റ് സ്പോട്ട് ആദ്യം ഡാം കാണാൻ പോയി. രണ്ടാമത് എത്തിക്കുന്നത് കാൽവരി മൗണ്ടാണ്. നമ്മൾ രാവിലെ പറഞ്ഞതെന്ന് വിചാരിച്ച സ്ഥലമാണ്. മഴയായിരുന്നു, പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നേരത്തെ. അതിനുശേഷം നമ്മൾ കാൽവരി മൗണ്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ 25 രൂപയാണ് ഒരാളുടെ ചാർജ് എന്ന് പറയണേ. പിന്നെ കാറാണെങ്കിൽ 25. അങ്ങനെ നമ്മൾ 2 രൂപ ഇപ്പോൾ അകത്ത് കയറിയിട്ടുള്ളൂ. 75 രൂപ എനിക്കും പപ്പയ്ക്കും കാറിനും കൂടി. ബാക്കിയുള്ളൊരു വണ്ടി ഇരിക്കുകയാണ്, അവരിറങ്ങിയില്ല. ഇതാണ് കാൽവരി മൗണ്ടിലോട്ട് മുകളിലോട്ട് പോകാനുള്ള വഴി. അങ്ങോട്ട് പോയി ഒരു വ്യൂ പോയിൻ്റ് ആയിരിക്കും. പക്ഷേ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഏകദേശം സമയം ഉച്ചയായിട്ടുണ്ട്, 12:30 ആയിട്ടുണ്ട്. കാൽവരി മൗണ്ടിലെ വ്യൂ ആണ് ഈ കാണുന്നത്. ബാക്കിൽ കാണുന്നത് റിസർവയറിൻ്റെ, അതുപോലെ നമ്മൾ നേരത്തെ പോയ റിസർവയറിൻ്റെ അത് തന്നെ വലിയൊരു വൈഡായിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. നമ്മുടെ കാറ് അവിടെ കിടപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ പച്ചപ്പുല്ല് ഈ സൈഡിൽ. അതിനുശേഷം നമ്മുടെ റിസർവയർ ഇങ്ങനെ നീണ്ട് നമ്മൾ നടക്കുകയാണ്. ഒരു രക്ഷയില്ല ഇവിടുത്തെ കാഴ്ചയാണ്. മഞ്ഞാണെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ പൊളിയായിട്ട് കാണാൻ പറ്റും. പക്ഷെ അങ്ങ് താഴേക്ക് ആൾക്കാർ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡ്
പച്ച പുല്ലുണ്ട്, അതുപോലെ തന്നെ പാറക്കല്ലുകളുണ്ട്. ഇതിനിടയ്ക്ക് കൂടെ വെള്ളം ചാടുന്നുണ്ട്, അത് കാണാൻ ഭയങ്കര രസമാണ്. ഇടയ്ക്ക് അതോ അവിടെ, പിന്നെ ഇടയ്ക്ക് അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഇടയ്ക്ക് ഈ വെള്ളം ഇങ്ങ് ഇതിലോട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഈ ഒരു ലെയർ, അതിന് ശേഷം അവിടെ ഇവിടെ അങ്ങനെ തുടങ്ങി മനോഹരമായിട്ടുള്ള വ്യൂ. അടിപൊളി, സൂപ്പറാണ് ഇവിടെ നിന്ന് കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കാൽവരി മൗണ്ടിലെ മെയിനായിട്ടുള്ള വ്യൂ പോയിന്റ്. നമുക്കിവിടെ ഒരു കസേര ഒരുക്കിയിട്ടുണ്ട്. കുറച്ച് നേരം എന്തായിരുന്നു അത് ഇരുന്നിട്ട് പോകാം. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന്. അങ്ങനെ ഉണ്ടോ ഇപ്പം? അടിപൊളി, അടിപൊളി, വളരെ മനോഹരം, വളരെ മനോഹരം, വളരെ മനോഹരം. ഇനി താഴോട്ട് പോകാം, ഇതുവഴി താഴോട്ട് പോകാൻ വഴിയുണ്ട്. കണ്ടത്തിന് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം വൈഡായിട്ടുള്ള വ്യൂ ആണെന്ന് ഇവിടെ നിന്ന്. ഈ സൈഡ് നിറയെ പുല്ലാണ് കേട്ടോ. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒറ്റ സ്ക്രീനിൽ കൊള്ളിക്കാൻ പറ്റാത്ത അത്രയും വൈഡാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ദ്വീപുകൾ പോലെ സംഭവങ്ങളുണ്ട്, മരക്കൂട്ടങ്ങളുണ്ട്. ഒരു വല്ലാത്ത വ്യൂ. ഈ സൈഡ് മുഴുവൻ നിറയെ മരങ്ങളുണ്ട്. എന്തായാലും പൊളി നടക്കാം, അടിപൊളി. കുറച്ചുകൂടെ മുകളിലോട്ട് നടന്ന് കയറി അവിടെ നിന്ന് കാണുന്ന അതേ വ്യൂ തന്നെയാണ്. വേറെ നല്ല വഴി ഇങ്ങോട്ട് കാണുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇവിടെ ഇരുന്ന് വിശ്രമിക്കാം. മഴയിട്ട പെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ തണലത്ത് വേണമെങ്കിലും ഇരുന്നിട്ട് എത്ര നേരം വേണമെങ്കിലും വ്യൂ കണ്ടുകൊണ്ട് ഇരിക്കാം ഇവിടെ. അങ്ങനെയുള്ള സജ്ജീകരണം. ഇനി അങ്ങോട്ട് വഴി പോകുന്നുണ്ട്, അവിടെ ഒരു കെട്ടിടമുണ്ട്. പിന്നെ മുകളിലോട്ട് കുരിശ് നടത്തിയിട്ടുണ്ട്. ഇനി അതുവരെ പോകാൻ പറ്റുമോ എന്ന് അറിയില്ല. എന്തായിരുന്നാലും ഇതുവഴി അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ചപ്പോൾ ഇതുവഴി ഇങ്ങോട്ട് നടന്നാൽ മതി. ഇവിടുത്തെ വ്യൂ ആണ് മെയിൻ ഇവിടെ. അപ്പോൾ കാൽവരി മൗണ്ടിലെ മെയിനായിട്ടുള്ള വ്യൂ പോയിൻ്റാണിത്. മനോഹരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഇവിടെ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഒരു സൈസ് ചെടി നിറയെ വളർന്നിട്ട് വഴി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അയ്യോ, അപ്പോൾ അത് കൊള്ളാം കേട്ടോ. നമ്മൾ അപ്പുറം സൈഡിൽ കൂടെയാണ് അകത്ത് കയറിയത്. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇനി തിരിച്ച് കിടക്കണം. ഞാൻ തിരിച്ച് ഇതുവഴി പുറത്ത് പോകാൻ പറ്റുമെന്ന്. ഇല്ല, ഇതുവഴി തന്നെ പുറത്ത് പോവാം. ഇതുവഴി തന്നെ കയറിയകത്ത് പോവാം. അല്ല, ഇതുവഴി ഇങ്ങോട്ടുണ്ടോ? ഇങ്ങോട്ടുണ്ടോ? ഇങ്ങോട്ട് കൊള്ളാം. നല്ല രസമുണ്ട്. നല്ല ഹൈറ്റിന് ഒരേ കണക്കിന് ചെടി വെട്ടി നിർത്തിയിട്ടുണ്ട്. അത് ഇത്രയും ഹൈറ്റ് ഉണ്ട് കണ്ടോ. ചെടിയാണ് വീട്ടിലൊക്കെ നടുന്ന, അല്ലെങ്കിൽ പാറപ്പുറത്തൊക്കെ നിൽക്കണല്ലേ. പാറപ്പുറത്ത് നിൽക്കുന്ന ഒരു സൈസ് ചെടിയാണ്. ഇല കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും. കണ്ടോ, ഈ ചെടിയാണ്. പൂവുണ്ട്. ഇവിടെ പൂ. ഇതാണ് ഇത്ര ഹൈറ്റിന് നിൽക്കുന്നത്. ഓക്കെ, പുറത്തിറങ്ങി. അപ്പോൾ ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. ഇനി ഇവിടെ നിന്ന് സമയം കളയുന്നില്ല. ഇനി മൂന്നാമത് പോകുന്ന വഴി പോവാം. അപ്പോൾ നമ്മൾ കാൽവരി മൗണ്ടിൽ നിന്ന് കാഴ്ചകൾ കണ്ടു. ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ മൂന്നാർ റൂട്ടിലാണ് പോകുന്നത്. അതും രാമക്കൽ മേട് വഴിയുള്ള മൂന്നാർ റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ പോകും വഴി രാമക്കൽ മേട് ഇറങ്ങണം. അതുപോലെ പോകുന്ന വഴി ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളുണ്ട്, അത് ടച്ച് ചെയ്ത് മൂന്നാർ പോകാം. ഇതാണ് ഇന്നത്തെ പ്ലാന്. നമ്മൾ കാൽവരി മൗണ്ടിലോട്ട് കയറി വരുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ ഉള്ള ഒരു സംഭവമാണിത്. എത്രയാണോ ഇപ്പോൾ കറക്റ്റ് പറയാം? 50 രൂപയാണ്. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി 2500 രൂപയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വലിയൊരു സംഭവമാണ്. ഇതിനകത്ത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഒരു കപ്പൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്, അവർ മീനിൻ്റെ സംഭവമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ടില്ല. ഇവിടെ ബോട്ടിങ്ങിൻ്റെ സംഭവം ഫ്രണ്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് കയറാനുള്ള ആയതുകൊണ്ട് മാത്രമല്ല, സമയങ്ങൾ വളരെ കുറവായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. പെഡൽ ബോട്ട് 50 രൂപ. ഒരാൾക്ക് 50 രൂപ. ഒരു ചെറിയൊരു തടാകം പോലെ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, നമ്മളിവിടുന്ന് നേരെ മുന്നോട്ട് പോവുകയാണ്. മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴി പോകാന്നുള്ള തീരുമാനമാണ്. അതിന് മുന്നേ സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ കണ്ട് മുന്നോട്ട് പോകും. നമ്മളിപ്പോൾ മൂന്നാർ റൂട്ടിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് റോഡൊക്കെ കണ്ട് മുകളിലോട്ട് കയറാനുള്ള പ്ലാനാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അടിമാലി വഴിയോ ഇത് വേറെ കുറച്ചുകൂടെ ദൂരം കുറഞ്ഞിട്ട് മുകളിൽ പോകാൻ പറ്റുന്ന വഴിയുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പോകുന്ന കട്ടപ്പന പോയിട്ട് അവിടെ നിന്ന് ആദ്യം അഞ്ചുരുളി പോവുക. അതിനുശേഷം ഈ ഓർഡർ ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. രാമക്കൽ മേട്, കുറവൻ കുറത്തിമല അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങൾ കണ്ട് മൂന്നാർ ഗ്യാപ്പ് റോഡ് അതുവഴി മൂന്നാർ ടൗണിലോട്ട് കയറുക. അതിന് ശേഷം നമുക്ക് ഇന്ന് പോകാൻ പറ്റുകയാണെങ്കിൽ മാത്രം അവിടുത്തെ മൂന്നാറത്തെ സ്ഥലങ്ങൾ നോക്കും, ഇല്ലെങ്കിൽ ഇന്ന് സ്റ്റേ അടിക്കും. അതിനുശേഷം നാളെ മൂന്നാർ കറങ്ങാമെന്നുള്ള പ്ലാൻ ആണ്. എന്ന് പറഞ്ഞാൽ സമയം ഒരുപാടായി. സമയം ഇപ്പോൾ 1:30 അടുപ്പിച്ചായിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇത്രയും ദൂരം ഓടണം. ഇവിടെ നിന്ന് നമുക്ക് കട്ടപ്പന അല്ല അഞ്ചുരുളി, ഫസ്റ്റ് അഞ്ചുരുളിയാണ്, 16 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഏറ്റവും നിയർ ആയിട്ടുള്ള സ്ഥലം നോക്കിയിട്ട് അങ്ങോട്ട് പോകുന്നത്. കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് ഏഞ്ചലോയ്സ് മൂവാറ്റുപുഴ എന്ന് പറയുന്നത് ബാൻഡ് ടീമാണ് കേട്ടോ. വളരെ മനോഹരമായിട്ട് നമ്മളെ കേരളത്തിൽ തന്നെ നമ്പർ 1 നിരയിൽ നിൽക്കുന്ന ഒരു ബാൻഡ് ടീമാണ് ഏഞ്ചലോയ്സ് മൂവാറ്റുപുഴ എന്ന് പറയുന്ന ടീം. നിങ്ങൾക്ക് നിങ്ങളുടെ പള്ളി പ്രോഗ്രാമോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പ്രോഗ്രാമോ മുസ്ലിം പ്രോഗ്രാമോ എന്ത് തരം പ്രോഗ്രാം ആയിരുന്നാലും, അതല്ല കല്യാണ പ്രോഗ്രാം ആണെങ്കിൽ വരെ നമുക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ചെയ്യാവുന്ന നമ്പർ ഞാൻ കൊടുത്തേക്കാം, ഏഞ്ചലോയ്സ് മൂവാറ്റുപുഴ. ഓക്കെ, നമുക്ക് അഞ്ചുരുളിലേക്ക് പോവാം. നമ്മൾ അഞ്ചുരുളിയിൽ എത്തിയിട്ടുണ്ടേ. മഴ കുറേശ്ശായിട്ടുണ്ട്. എന്തായിരുന്നാലും വണ്ടി പാർക്കിങ്ങിൽ ഒതുക്കിയിട്ട് നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല. അഞ്ചുരുളി ടണൽ കാണാൻ വേണ്ടിയിട്ട് പാർക്കിങ്ങിൽ നിന്ന് കുറച്ച് ദൂരം മാത്രം നടന്ന് അകത്തേക്ക് പോയി കാണാമെന്നുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ അഞ്ചുരുളി ടണലിലാണ് എത്തിയിട്ടുള്ളത്. അതിൻ്റെ അത്യാവശ്യ വിവരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടണലിൻ്റെ നിർമ്മാണം 1974 മാർച്ച് 10 ടണൽ ഉദ്ഘാടനം ചെയ്തത് 1980 ജനുവരി 30. ടണലിൻ്റെ നീളം എന്ന് പറയുന്നത് 5 കിലോമീറ്ററാണ്. വ്യാസം 24 അടി. 15 അടി നീളത്തിലുള്ളിലേക്ക് ജാക്ക് ഹാമർ ഉപയോഗിച്ച് തുരന്ന് 1500 ഇലക്ട്രിക് തോട്ട ഒരു റൗണ്ട് വച്ച് പൊട്ടിച്ച് നിർമ്മിച്ചതാണ് ഈ തുരങ്കം എന്ന് പറയുന്നത്. ഇതിലെ കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് ഇതിന് ചുറ്റും കാണുന്ന ഒരു മൈതാനം എന്ന് പറയുന്നത്. 3 കിലോമീറ്റർ ഇവിടെ നിന്നും ഇരട്ടയാറ്റിലേക്കും ഇരട്ടയാറ്റിൽ നിന്നും ഇങ്ങോട്ട് 2 കിലോമീറ്റർ തുരന്ന് കൂട്ടി യോജിച്ചാണ് ഈ തുരങ്കം നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതല്ല, നമ്മുടെ ഇലക്ട്രിക് ബോർഡ് നിർമ്മിച്ചത് തന്നെയാണ്. ഇടുക്കി പദ്ധതിയുടെ 3ാം ഘട്ട വികസനത്തിൻ്റെ ഭാഗമായി ഈ ജലസംഭരണിയിലേക്ക് ഹൈറേഞ്ചിൻ്റെ നിരവധി സ്ഥലങ്ങളിൽ പെയ്യുന്ന വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ടണൽ നിർമ്മിച്ചിട്ടുള്ളത്. ടണലിലോട്ട് ഇവിടെ ടണലിന് ബന്ധപ്പെട്ട് വരുന്ന അപകടം എന്നുള്ളത് വായു കുറവാണ്, കുഴികളുണ്ട്, പാറയിൽ വഴുക്കലാണ്, വാവലുണ്ട്, പാമ്പുണ്ട്, വെളിച്ചമില്ല, മുകളിൽ നിന്ന് പാറകഷ്ണം അടർന്നു വീഴാം, മൊബൈലിൽ റേഞ്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ ഇത് ഇവിടെ സൂക്ഷിക്കണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് അഞ്ചുരുളി ടണലിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. അത് ഇങ്ങോട്ടാണ് ഒഴുകി പോകുന്നത്. ഇവിടെ മറ്റേ റിസർവോയറിലായിരിക്കും ഇത് കളക്ട് ചെയ്യുന്നത്. KSEB കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് വച്ചിരിക്കുന്ന മുന്നറിയിപ്പാണ്. അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയരുവാൻ സാധ്യതയുള്ളതിനാൽ ടണൽ മുഖത്ത് ഇറങ്ങുന്നത് കർശനമായി നിർവഹിച്ചിരിക്കുന്നു. ഇവിടെ വഴുക്കൽ കൂടുതലാണ്, ജാഗ്രത പാലിക്കുക, സുരക്ഷിതമായി ആസ്വദിക്കാം, സുരക്ഷിതരായിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത് പാറയിൽ ഇറങ്ങരുത് എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്നത്. വെള്ളം എപ്പോഴും വേണം കൂടാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ചുരുളി അങ്ങോട്ട് പോയി കാണാം. പക്ഷേ ഇതുവരെ ഇറങ്ങാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നത് വളരെ ഡേഞ്ചറാണ്. കാറ്റടിച്ച് വീണാലും മതിയേ. അപ്പോൾ ഇതുവരെ നമുക്ക് നിൽക്കാൻ കണ്ടല്ലോ. ഇത് 5 കിലോമീറ്ററാണ് ഇതിൻ്റെ അകത്തുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. ഇതിനകത്തൂടെ 5 കിലോമീറ്റർ പാറ പൊട്ടിച്ചാണ് ഈ ടണൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് ശേഷം ഇവിടെ ഒരു വലിയൊരു മൈതാനം പോലെ അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ടുള്ള പാറ വെച്ചിട്ടാണ് അപ്പുറത്തുള്ള മൈതാനത്താണ്ട് ഇവിടെയൊക്കെ പാറ പൊട്ടിച്ചിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ബ്രിട്ടീഷുകാരൊന്നും ചെയ്ത പണിയല്ല.
നമ്മുടെ ആൾക്കാർ ചെയ്ത ഒരു ടണലാണ്. സംഭവം ഒരു വലിയൊരു സംഭവം തന്നെയാണ്. ഇത്രയും ഒരു പാറ 2 സൈഡിൽ നിന്ന് പൊട്ടിച്ച് 3 കിലോമീറ്റർ അവിടെ നിന്നും 2 കിലോമീറ്റർ ഇവിടെ നിന്നോ അങ്ങനെ രണ്ടും കൂടെ പൊട്ടിച്ച് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ടണലുണ്ടാക്കി. നമ്മൾ ഇന്നലെ ഇവിടെ വാഗമൺ ട്രക്കിങ്ങിന് പോയപ്പോൾ അവിടെ ഒരു ടണൽ കണ്ടു. അതൊരു ചെറിയ ടണൽ, എന്നാലും അതിൻ്റെ ഒരു വലിയ ടണലാണിത്. നമുക്ക് വെള്ളം കുറവുള്ളപ്പോൾ സമയങ്ങളിൽ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അകത്തോട്ട് പോകുന്നത് സുരക്ഷിതമല്ല, പല കാരണങ്ങൾ നേരത്തെ പറഞ്ഞു. അകത്തോട്ട് പോകുന്നത് സുരക്ഷിതമല്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സേഫായിട്ട് കാണാം. ആര് വന്നാലും ശരിയാണ്, നമ്മൾ കൂടുതൽ എന്താണ് ഡേഞ്ചറായിട്ടുള്ള പ്രവർത്തനം ഒന്നും കാണിക്കാൻ പോകരുത്. പാറ വഴുക്കലാണ്. പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഫുള്ള് കരിങ്കല്ലാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ടണലിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ഇതിനകത്തേക്കാണ് സംഭവം. ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസ്, 5 കിലോമീറ്റർ. നമ്മളിപ്പോൾ അങ്ങോട്ട് ഇറങ്ങുന്നത് ഒട്ടും സേഫ് അല്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ്. ബാക്കിൽ നമ്മളെ റിസർവോയർ ആണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല, റിസർവോയർ ആയിരിക്കും. അതിൻ്റെ വ്യൂ ഉണ്ട്. ഇവിടെ നിന്ന് നല്ല ഫോഴ്സിൽ വെള്ളം ചാടുന്നുണ്ട്, നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ നിൽക്കുന്നതിന് അപ്പുറത്തിട്ട് വ്യൂ പോയിന്റ് പോലെ ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ വീശുവരെ എറിയുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ട്. അപ്പുറത്ത് ചെറിയ കുടിൽ പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, മീൻ പിടിക്കാനുള്ളതായിരിക്കണം. നമ്മൾ നേരത്തെ കണ്ട ഇതിൻ്റെ ടോപ്പിൽ നിന്നായിരിക്കും മിക്കവാറും വ്യൂ പോയിന്റ് ആയിട്ട് കണ്ടത്. അതായത് നമ്മൾ പോയത് കാൽവരി മൗണ്ട് ഇതിൻ്റെ മുകളിലായിരിക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ ഉണ്ട് ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ. എന്തായിരുന്നാലും നമ്മുടെ ടണലിതാണ്. നമ്മളിനി അങ്ങോട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് നടന്ന് അപ്പുറത്ത് ഉള്ള വ്യൂ കാണാനുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റും. നമ്മുടെ ടണലിൽ നിന്ന് വരുന്ന വെള്ളം നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. ടണൽ കാണാൻ പറ്റില്ല. ടണലിൽ നിന്ന് വരുന്ന വെള്ളം ഒരു വെള്ളച്ചാട്ടം പോലെ വെള്ളം ചാടുന്നത് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. ഇതിന് താഴെ നല്ല ആഴത്തിൽ കൊക്ക പോലുള്ള സ്ഥലമാണ്. എങ്ങനെയുണ്ട് രായി? ആദ്യമായിട്ടാ കാണുന്നത്. സൂപ്പർ ഏട്ടാ. പക്ഷെ വെള്ളം ഇല്ലായിരുന്നേ ആ തുരങ്കത്തിന്റെ അവിടെ പോലും ഫോട്ടോയൊക്കെ എടുക്കായിരുന്നു. പക്ഷെ നമ്മൾ വരുന്ന എല്ലായിടവും വെള്ളം. ഇപ്പുറ സൈഡ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വിശാലമായിട്ടുള്ള റിസർവോയറിൻ്റെ വ്യൂ ഇവിടെ കിട്ടും. അവിടെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. അവിടെയും കുടിലുകൾ, അവിടെ മാത്രമല്ല അങ്ങോട്ടും കുടിലുകളുണ്ട്. ചെറിയ ചെറിയ ഐലൻഡുകൾ പോലത്തുള്ള സംഭവങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വൈഡായിട്ട് കാണാം. അവിടെ നിന്ന് പറഞ്ഞ വെള്ളം നല്ല കലങ്ങി അടിച്ച് വരുന്നുണ്ട്. ഇവിടെ നിന്ന് വെള്ളത്തിലോട്ട് കയറുമ്പോൾ തന്നെ ആ ഒരു കളർ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അഞ്ചുരുളി ടണലിൻ്റെ. അപ്പോൾ അഞ്ചുരുളി ടണൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മളിനി മൂന്നാർ പോകുന്ന വഴിയിലാണ്. മഴയുണ്ട്. നമ്മൾ ഇന്നലെ നമുക്ക് ഒട്ടും മഴയില്ലായിരുന്നു. ഇന്നിപ്പോൾ മഴ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ദൂരങ്ങളുണ്ട്. പോകുന്ന വഴി ഗ്യാപ്പ് റോഡൊക്കെ പിടിച്ച് പോകണമെന്നാണ്. മഴയും പിന്നെ നമുക്കിന്ന് വൈകുന്നേരം സ്റ്റേ ആയിട്ടില്ല. സ്റ്റേയുടെ കാര്യം കൂടെ ഒക്കെ നോക്കിയിട്ടുള്ള ഇതായിരിക്കും ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത്. ഇന്നലെയും മെനങ്ങാന്ന് നമുക്ക് ശരിയായിട്ട് അങ്ങനെ ഓടാൻ പറ്റില്ല. കാരണം ഡിസ്റ്റൻസ് കൂടുതലാണ്, ഓട്ടം കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്ഥലങ്ങൾ കവർ ചെയ്യുന്നത് കുറഞ്ഞിട്ടില്ല. എന്നാലും നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി അടുത്ത് മൂന്നാർ പോകുന്ന റൂട്ടിൽ രാമക്കൽമേട് പോകണമെന്നുണ്ട്. നമ്മൾ ഇന്നലെ ജീപ്പ് ട്രക്കിങ് വേറെ പോയതുകൊണ്ട് ചിലപ്പോഴേ ട്രക്കിങ്ങിനായിട്ട് കയറത്തുള്ളൂ. ബാക്കി അങ്ങോട്ട് പോകും വഴി തീരുമാനിക്കാം. അപ്പോൾ അഞ്ചുരുളി ടണലിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ട് ഇങ്ങനെ കുറേ ഹിസ്റ്ററി കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അഞ്ചുരുളി എന്ന് പേര് വരാൻ വേണ്ടി കാരണം എഴുതിയിട്ടുള്ളത് ഇത് സ്ഥിതി ചെയ്യുന്നതിന് അടുത്തായിട്ട് 5 മലകൾ ഉരുളി കമഴ്ത്തി വെച്ചതുപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് അഞ്ചുരുളി എന്ന് പേര് വരാൻ കാരണം. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് പറയാൻ പറ്റുന്നത് ഇന്ത്യയിൽ ഒറ്റപ്പാറയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ തുരങ്കങ്ങളിൽ ഒന്നാണ് ഈ അഞ്ചുരുളി തുരങ്കം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ കണ്ട ആർച്ച് ഡാം അതും ഇതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമാണ് ഇടുക്കി ആർച്ച് ഡാം. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമും ഇത് തന്നെയാണ്. അപ്പോൾ തുടങ്ങിയ ഒരു വലിയൊരു ഡീറ്റെയിൽസ് വരച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ കുറേ റൂട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വന്നിറങ്ങുമ്പോൾ അഞ്ചുരുളി ടണലിലേക്ക് പോകുന്ന വഴി വന്നിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് അഞ്ചുരുളി ടണലിൻ്റെ അടുത്ത് നിന്ന്. ഇനി അടുത്ത് പോകുന്ന നമ്മൾ രാമക്കൽമേട് തുടങ്ങി അങ്ങനെ ഉള്ള റൂട്ട് കണക്കാക്കി പോവാം.
അങ്ങോട്ട് പോകുന്ന വഴി ചോദിക്കാം. നമ്മൾ സ്ഥിരം യാത്രക്കാരല്ല, അതുകൊണ്ട് മാപ്പ് നോക്കണം, നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളും കിട്ടണം, കിലോമീറ്റർ സമയം എല്ലാം നോക്കണം. അപ്പോൾ ഒന്ന് ചോദിച്ചു പോവാം.